സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം. ഭാഗം 7. മൈത്രീബോധം. സഹജരോട് സാഹോദര്യം വികാരമായി തോന്നുമ്പോഴേ ഒരാൾ മനുഷ്യനാവുകയുള്ളൂ. ദൈവത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും ഇസത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും സാഹോദര്യം സഹജരോട് തോന്നാത്ത മനസ്സുകൾ മനുഷ്യരെയല്ല. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് മനുഷ്യരെ ശത്രുക്കളാക്കുന്ന വർഗവും മനുഷ്യകുലം മതകുലം തന്നെയല്ലേ? കഴിഞ്ഞ സഹസ്രാബ്ദം വരെ ദാരിദ്ര്യം ഒരു വിഷയമായിരുന്നു. കഠിനമായ ദാരിദ്ര്യം കൊണ്ട് കലഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. 3-ാം സഹസ്രാബ്ദത്തിൽ ദാരിദ്ര്യം ഒരു വിഷയമേയല്ല. ഇപ്പോഴുള്ള ദാരിദ്ര്യം ഭരണകൂടങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്. ഇപ്പോൾ ജനനത്തെ നിയന്ത്രിക്കാൻ ശാസ്ത്രത്തിന് അറിയാം. ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ശാസ്ത്രത്തിന് അറിയാം. മനുഷ്യവൈരങ്ങളുടെ മതവൈരങ്ങളുടെ ഇസവൈരങ്ങളുടെ ലഘൂകരണവും അതിൻ്റെ നിയന്ത്രണവും ശാസ്ത്രത്തിൻ്റെ കൈകളിൽ ഇതുവരെ മെരുക്കപ്പെട്ടിട്ടില്ല. മതവൈരങ്ങളും മതമാത്സര്യങ്ങളുമാണ് ഇന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത ഗോത്രവൈരങ്ങൾ. അതിന് മേലിൽ ഒരു പോംവഴി മാത്രമേയുള്ളൂ. അത് മതത്തെ തിരസ്കരിക്കുകയും ഈശ്വരനെ പ്രമാണിക്കുകയുമാണ്. അതിനുള്ള ധൈര്യം മനുഷ്യർ കാണിക്കണം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, മതമാത്സര്യം അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നുകയറുകയാണ്. അതും ജനാധിപത്യത്തിൻ്റെ ഒരു ദൂഷ്യമാണ്. മൈത്രിയുടെ മഹനീയത ഒരുവൻ്റെ മഹത്വം ലോകത്തോടും കുറവുകൾ സ്വകാര്യമായി അവനോടും പറയുകയാണ്. അതിന് വലിയ ആത്മബലം വേണം. സകലരും ആർജിച്ചെടുക്കുക. പരിഹസിച്ച് രമിക്കുന്ന പാമരജനത്തിന് പരിവർത്തനഗാഥ രചിക്കുന്നതിനാകുകയില്ല.